ജെൻഡർ ഇക്വാലിറ്റി ഇന്നും ഒരു ഏട്ടിലെ പശുവാണ്. കാണാൻ നല്ല ചന്തം, പക്ഷെ പാല് കിട്ടണമെങ്കിൽ ജീവനുള്ള പശു തന്നെ വേണം. ലിംഗനീതി എഴുതാനും പറയാനും ഒക്കെ കൊള്ളാം, എന്നാൽ കാര്യത്തോടടുക്കുമ്പോൾ അറിയാം എല്ലാവരുടെയും ഉള്ളിലിരുപ്പ്. അണ്ടിയോടടുക്കുമ്പോഴാണല്ലോ മാങ്ങയുടെ പുളി അറിയുക. എന്താണ് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗനീതി? ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ അവസര സമത്വം, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യനീതി. എന്നാൽ ഇത് ഒരിക്കലും നടക്കാത്ത മനോഹര സ്വപ്നമാണ്. ഇതുവരെയുള്ള മനുഷ്യ ചരിത്രം നമ്മോട് പറയുന്നതും മറ്റൊന്നല്ല. അല്ലെങ്കിൽ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി എന്ത് മാറ്റമാണ് പുതിയ കാലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്? വീടുകളിൽ തുടങ്ങുന്നു ഈ അസമത്വം, സ്കൂളുകളിൽ വളരുന്നു ഈ അനീതി, അങ്ങാടികളിൽ അത് അതിക്രമമായി മാറുന്നു, പൊതു ഇടങ്ങളിലോ അത് നടപ്പുശീലമായി തീരുന്നു. പണ്ടൊക്കെ വീടുകളിൽ ഭക്ഷണ കാര്യങ്ങളിൽ വരെ ആൺപെൺ വ്യത്യാസം വളരെ പ്രകടമായിരുന്നു. ആൺകുട്ടികൾക്ക് ചോറും പെൺകുട്ടികൾക്ക് കഞ്ഞിയും എന്നായിരുന്നു പൊതുവേയുള്ള അവസ്ഥ. അക്കാലത്ത് ആണുങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നത്. അതുപോലെ വസ്ത്രങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരുന്നു ഈ വിവേചനം. വില കൂടിയ വസ്ത്രങ്ങൾ ആണുങ്ങൾക്കും കുറഞ്ഞവ സ്ത്രീകൾക്കുമെന്നായിരുന്നു അക്കാലത്തെ വീടുകളിലെ പൊതു നിലപാട്. അതിന് പറയപ്പെട്ടിരുന്ന കാരണം ആണുങ്ങൾ പുറത്തേക്ക് പോകേണ്ടവരാണെന്നും സ്ത്രീകൾ വീടിനുള്ളിൽ കഴിയുന്നവരുമല്ലേ എന്നായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു ഈ വേർതിരിവ്. നല്ല പഠിപ്പുണ്ടായിട്ടും ആൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ജോലിക്കാര്യത്തിലുമുണ്ട് ഈ വ്യത്യാസം. ഭാര്യക്കും ഭർത്താവിനും ജോലിയുള്ള കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആദ്യം ജോലി വേണ്ടെന്ന് വെക്കുന്നത് ഭാര്യയുടേതാണ്. അതൊക്കെ പഴങ്കഥകളാണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. എന്നാൽ ഇക്കാലത്തും നമ്മുടെ എത്ര വീടുകളിൽ സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്നതിൽ പുരുഷന്മാരെ പോലെ പങ്കുണ്ട്? വിവാഹ കാര്യത്തിൽ പെൺകുട്ടിയുടെ അഭിപ്രായം ആരായുന്ന എത്ര മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്? ഭരണത്തിന്റെ ഉന്നതങ്ങളിലും കലാകായിക രംഗത്ത് കഴിവുകൾ തെളിയിച്ച എത്ര സ്ത്രീകൾ ഇന്നും ആ പദവികളിൽ തുടരുന്നുണ്ട്? ഈ അടുത്ത കാലത്ത് സാമാന്യ നീതിക്കു വേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്നത് നാടാകെ അറിയപ്പെടുന്ന നാടിന്റെ അഭിമാനങ്ങളായ വനിതാ ഗുസ്തി താരങ്ങളാണ്. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ സമൂഹം അപ്പാടെ മാറണം. പക്ഷെ ആദ്യം മാറ്റം വേണ്ടത് സ്ത്രീകൾക്കാണ്, സ്ത്രീ മനസ്സുകൾക്കാണ്. മനസ്സിലെ അടിമത്തത്തിന്റെ ചെങ്ങലകളാണ് ആദ്യം പൊട്ടിച്ചെറിയേണ്ടത്. സ്വയം സ്വതന്ത്രരായവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയൂ. സ്ത്രീ സമത്വം നടക്കാത്ത ഒരു സ്വപ്നമല്ല, അത് ആദ്യം തിരിച്ചറിയേണ്ടതും സ്ത്രീകൾ തന്നെയാണ്.